പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 45-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കാനഡയിലെ ലണ്ടനിൽ നിന്നുള്ള ആൻമരിയ എന്ന മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ആൻമരിയ. ഞങ്ങൾ കാനഡയിലാണ്, ലണ്ടൻ കാനഡയിലാണ്. ഈ മകള് സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഒരു വിശ്വാസിയാണെങ്കിൽ പോലും കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയോടും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടും ഒപ്പം തന്നെ അർച്ചവസ്തുക്കളോടും ഒന്നും ആഴമായിട്ടുള്ള ഒരു അടുപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു മകള് സ്വന്തം അമ്മയുടെ വിശ്വാസ പ്രകടനങ്ങളിലൂടെ അതുമല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് ഈ കൃപാസനം എന്ന ഈ മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക് മാതാവ് തന്നെ ഈ മകളെ അടുപ്പിക്കുന്നത് അഥവാ ദൈവം കൂട്ടിച്ചേർക്കുന്നത്. മകള് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ വായിക്കുമ്പോൾ ഇതെന്ത് പ്രാർത്ഥനയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു. ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ അമ്മ വഴിയാണ്. 2019 മുതൽ കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ആ സമയത്തൊന്നും കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇത് എന്ത് പ്രാർത്ഥനയാണ്, ഇതിൻ്റെ മീനിങ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. എനിക്കത് പ്രാർത്ഥിക്കാൻ എന്തോ ഒരു മടുപ്പ് തോന്നിയിരുന്നു. കാരണം ആദ്യമായിട്ട് ഈ പ്രാർത്ഥന വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ അവർക്കുണ്ടാകാം. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ആലോചിച്ച് എഴുതിയൊരു പ്രാർത്ഥനയല്ല. നമ്മുടെ സഭയിൽ ഉള്ള ഒട്ടുമിക്ക പ്രാർത്ഥനകളും ദൈവശാസ്ത്രജ്ഞന്മാർ തിയോളജിക്കലി അത് പഠിച്ച് ഒക്കെ അപ്രൂവ് ചെയ്ത പ്രാർത്ഥനകളാണ് നമ്മൾ അനുദിനമൊക്കെ ജപമാലയിലും മറ്റ് എല്ലാ ശുശ്രൂഷകളിലും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അപ്പുറത്ത് പരിശുദ്ധ ദൈവമാതാവ് വാടിപ്പെട്ടി സന്ദർശന വേളയിൽ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തൊരു പ്രാർത്ഥനയായിരുന്നു അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ നടപ്പിൽ വരുവാൻ കൃപയാകണമേ എന്ന് പരിശുദ്ധ അമ്മ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രാർത്ഥന. അന്നത്തെ പ്രാർത്ഥന ദശവത്സര അനുഗ്രഹ പ്രാർത്ഥന എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സംഭവങ്ങൾ. 2014 ഈ നടക്കുന്നത്. അന്ന് ഞാൻ കൃപാസനത്തിൽ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ ഒരു സമയമാണ് 2014. അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ വാടിപ്പെട്ടിയിൽ നിന്ന് ഡോക്ടറേറ്റ് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ 2 കാര്യങ്ങളാണ് അന്ന് എന്നോട് പറഞ്ഞത്. ഒന്ന്, എന്നോട് പറഞ്ഞു ഞാൻ ഡോക്ടറായി എന്ന് പറഞ്ഞു. അച്ഛന് ഹോണറി ഡോക്ടറേറ്റ് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി കൊടുത്തു. ഒത്തിരി സന്തോഷത്തോടെയാണ് അച്ഛൻ എന്നെ അന്ന് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്നു. അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇന്നും എൻ്റെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. അതായത് അമ്മ പറഞ്ഞു, ദീപം മറച്ചു വെക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ, ആ ഒരു ദീപത്തിൻ്റെ പ്രകാശമാണ്, ക്രിസ്തു വെളിച്ചമാണ് ഈ ഒരു മകൾക്കും പ്രത്യക്ഷീകരണ അനുഭവത്തിലൂടെ ലഭിക്കുന്നത്. ഈ സാക്ഷി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സാധാരണ വിശ്വാസിയാണ് ഈ മകള്. അമ്മയുടെ വിശ്വാസ പ്രഖ്യാപനം കൊണ്ടും പ്രയോഗം കൊണ്ടുമാണ് ഈ മകൾ വിശ്വാസത്തിലോട്ട് വരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഈ മകൾ പറയുന്നുണ്ട്. അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഒണ്ടാരിയോ എന്ന സ്ഥലത്താണ് കാനഡയിൽ താമസിക്കുന്നത്. അവിടെ റെൻറ്റിനാണ് ഇവർ താമസിക്കുന്നത്. 2 പേർക്കും ജോലിയുണ്ട്. പക്ഷേ ഇങ്ങനെ റെൻറ്റ് കൊടുത്ത് ഇവരുടെ പേയ്മെൻ്റ് എല്ലാം, ഇവർക്ക് കിട്ടുന്ന സാലറി എല്ലാം ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്വന്തം ഭവനം അന്വേഷിച്ചു കൂടെ എന്ന്. അപ്പോൾ ഈ മകൾ പറയുന്ന പ്രകാരമാണ്, ഈ ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചോളാം, അതൊന്നും ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ അമ്മ, അതായത് ആൻമരിയയുടെ അമ്മ അതിന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ മാതാവ് സെറ്റിൽ ചെയ്യും എന്നാണ് ഈ അമ്മ അതിന് കൊടുക്കുന്ന മറുപടി. കാരണം ഒരു ആത്മീയ അധികാരമുള്ള ഒരു അമ്മയാണത്. തുടർന്ന്
ഈ ആൻമരിയും ഈ ഒരു കൃപാസനം പ്രത്യക്ഷീകരണത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന ഈ പ്രാർത്ഥനകളും ഉടമ്പടി വിധികളൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകളും പതുക്കെ പതുക്കെ ആത്മീയ അധികാരം പ്രാപിച്ചു വരുന്നുണ്ട്. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു സാധാരണ വിശ്വാസിയായ മകള് എങ്ങനെയാണ് മൈക്ക് കൊടുത്ത് ഉച്ചത്തിൽ ഞങ്ങൾ ആ ഒരു ചെറുപ്രായത്തിൽ വലിയ വിശ്വാസ ബോധ്യ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഈ മകൾ പറയുന്ന പ്രകാരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ വന്നു. അങ്ങനെ ഇവർ ഒണ്ടാരിയോ എന്ന സ്ഥലത്തുനിന്ന്, കാനഡയിലെ ഒണ്ടാരിയോ എന്ന സ്ഥലത്തുനിന്ന് ലണ്ടനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്കൊരു കുറഞ്ഞ ചിലവിൽ, മില്യൺസ് ഒന്നും ചിലവാക്കാതെ തന്നെ ഒരു വീട് വാങ്ങിക്കാം എന്നുള്ളൊരു ചിന്തയും മറ്റ് കരിയർ സംബന്ധമായിട്ടുള്ള മറ്റ് പല സാഹചര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടാണ് ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്, അങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ അവർ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ മകൾ പറയുന്ന പ്രകാരമാണ്, ഒന്നും കാണാതെയാണ് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഹെബ്രായർ 10:35 അനുസരിച്ച് വലിയൊരു ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം ഈ മകളിൽ വന്നു നിറഞ്ഞിരുന്നു. അതായത് ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് ദൈവം മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിച്ച് നമ്മൾ ദൈവകൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകമായിട്ട് കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മരിയൻ ഉടമ്പടിയിൽ മുന്നേറിയപ്പോൾ ഈ മകൾക്ക് വലിയ ആത്മധൈര്യം കിട്ടി. അങ്ങനെ ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്ന പോലെ ഈ മകൾക്ക് ഒരു ടെൻഷനും തോന്നിയില്ല. അതുപോലെ തന്നെയായിരുന്നു തുടർന്നുള്ള ദൈവിക ഇടപെടലുകളും. നിങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന സാലറിനേക്കാളും കൂടുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഹസ്ബൻഡിന് ഷിഫ്റ്റ് ചെയ്ത ലണ്ടനിൽ നല്ലൊരു ജോലി ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ വഴിയായിട്ട് ലഭിച്ചു. അങ്ങനെ ഹസ്ബൻഡ് സെറ്റിലായി. അപ്പോൾ ഈ മകൾക്ക് സംബന്ധിച്ചിടത്തോളം കാനഡയിൽ ഓൾറെഡി ലേബർ ആൻഡ് ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ മകൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഈ മകൾ ആദ്യം മാനുഷിക ആലോചനയിൽ ചിന്തിക്കുന്ന പ്രകാരമാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചെന്നാൽ പെട്ടെന്ന് സെറ്റിലാകാൻ പറ്റും. ആ മകളുടെ മെറിറ്റിലുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ എങ്ങും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടൽ. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അത് തന്നെയാണ്. അതായത് മരിയൻ ഉടമ്പടിയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഉടമ്പടി ഫീച്ചർ എന്നുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. അത് പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സിംഗപ്പൂരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് റിന്യൂ ചെയ്തപ്പോൾ അഡ്രസ്സ് മാറ്റണമെന്ന് പറഞ്ഞു. എൻ്റെ ഡൊമിസൈൽ വേറെ ആയതുകൊണ്ട്. അപ്പോൾ പോലീസ് അതൊരു ഇഷ്യൂ ഉന്നയിക്കുക മാത്രമല്ല, എൻ്റെ പാസ്പോർട്ട് ഇൻബൗണ്ടിൽ വെച്ചു. അപ്പോൾ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ആലോചന തേടിയപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് എന്നോട് പറഞ്ഞത്, നീ പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ലഗേജ് എല്ലാം ഞാൻ പാക്ക് ചെയ്തായിരുന്നു. അപ്പം ഞാൻ പാസ്പോർട്ട് ഓഫീസിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഒരു പാസ്പോർട്ട് കൊണ്ട് താൻ പോകില്ലെന്ന് അവിടുത്തെ എൻക്വയറിയിൽ ഒരു ലേഡി എന്നോട് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ മനസ്സിൽ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ ഞാൻ പോകും, നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത്. കാരണം യേശു ആണ് കർത്താവ്. റോമ 10:9 അനുസരിച്ച് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാനുള്ള ഒരു അവസരമാണ്. പിന്നീട് ഞാൻ നേരിട്ട് ഓഫീസറിനെ കണ്ടു, ഈ വിഷയം സെറ്റിൽ ചെയ്തു. അതിനൊരു വഴി താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യാൻ പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴും ഈ അഡ്രസ്സ് ഇഷ്യൂ അവിടെ പെൻഡിങ് ആണ്. അതായത് അഡ്രസ്സ് മാറ്റണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഞാൻ മാതാവിനോട് ചോദിച്ചു, അതായത് ഞാനിത് മാറ്റണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അതോ തൽക്കാലം ഈ അഡ്രസ്സുമായിട്ട് ഈ പാസ്പോർട്ടുമായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാനാണോ നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞു, ഇപ്പോൾ നിലവിൽ അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സീലോടുകൂടി ഒരു യാത്രയാണ് ഞാൻ സിംഗപ്പൂരിലേക്ക് നടത്തിയത്. അത് ഫെബ്രുവരി 14 അതായത് ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ എൻ്റെ കോൺസക്രേഷൻ്റെ ഒരു 90 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു യാത്രയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു യാത്രയാണ്. കാരണം എന്നെ ദൈവമാതാവ് തന്നെയാണ് ആ ഒരു സ്ഥലത്തേക്ക് ഒരു മിഷൻ ദൗത്യവുമായിട്ട് കൊണ്ടുപോയത്. കാരണം അവിടെ ചെന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈശോ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കുമ്പോൾ ഒരുപാട് വചന വെളിപാടുകൾ എനിക്ക് തന്നു. പിന്നെ കൃപാസനം മിഷനിലോട്ട് എന്നെ വിളിച്ചതിൻ്റെ കുറേ അർത്ഥതലങ്ങൾ, ഞാൻ സീരിയസ് ആയി എടുക്കാത്ത കുറേ മേഖലകളും കൂടി പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഇതേപോലെ പരിശുദ്ധ ദൈവമാതാവിനോട് ആലോചിച്ചപ്പോൾ ഇപ്പോൾ അഡ്രസ്സ് മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു പുതിയൊരു പോലീസിനെ, ഈ പോലീസിനെ ഫോളോ ചെയ്യുന്നുണ്ട് അഡ്രസ്സ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്. ഞാൻ സിംഗപ്പൂർ ചെല്ലുമ്പോഴും എന്നെ പോലീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതായത് ഞാൻ എന്തുകൊണ്ട്
അതായത് എൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല ഞാൻ വരുന്നത്. അപ്പോൾ ഇത് എന്നെ ഇവിടെ കൊണ്ടുവരണമെന്നുള്ളത് മാതാവിൻ്റെ നിയോഗമായിരുന്നു. ഈ പോലീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിൽ ഇഷ്യൂ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു നിയമ തടസ്സം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതൊരു ഈ ഇപ്പോൾ താമസിക്കുന്ന സെമിനാരി ആലുവ വീടുമായിട്ട് കുറച്ച് അടുത്താണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ പോലീസ് പറഞ്ഞു, ഒരു വിഷയവുമില്ല, ഞാൻ നിങ്ങളുടെ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് സംസാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ അഡ്രസ്സ് മാറ്റേണ്ട കാര്യമില്ല, ഈ പാസ്പോർട്ടിൽ തന്നെ മൂവ് ചെയ്താൽ മതി. ഇങ്ങനെ ഈ ഉടമ്പടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ മകൾ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഈ മകൾ ആദ്യം വിചാരിക്കുന്നത് മെറിറ്റ് സംബന്ധമായിട്ട് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ലണ്ടനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ജോലി കിട്ടുമെന്നാണ്. പക്ഷെ ജോലി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വിക്ടോറിയ ഹോസ്പിറ്റലിൽ, അടുത്തുള്ളൊരു വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ഈ അടുത്ത കാലത്തെങ്ങും ഒരു റിക്രൂട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും നടക്കാത്തൊരു ആശുപത്രിയിലേക്ക് ഈ മകള് കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ മകൾ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്ന ഇപ്രകാരമാണ്: ഇങ്ങനെ ഒരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ ഞാൻ തുടങ്ങുമ്പോൾ ആ വാതിലുകൾ എനിക്കായി ഇങ്ങനെ തുറക്കപ്പെട്ടിരുന്നു. അതായത് ദൈവപിതാവ് തുറന്ന ഒരു വാതിൽ അത് ആർക്കും പൂട്ടാൻ പറ്റില്ല. അതായത് ഞാൻ സിംഗപ്പൂരിൽ പോകണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അത് ഏത് വിധേനയും ദൈവം നടപ്പിലാക്കും. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് അതൊരു ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. സാധാരണ ICU ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഈ ഫീൽഡ്, അതായത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയാം, ICU അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലേബർ ആൻഡ് ഡെലിവറി തിയേറ്റർ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ക്ലോസ്ഡ് യൂണിറ്റ്സ് ആണ്. അവരൊരിക്കലും ഇങ്ങനെ വാതിലുകൾ തുറന്ന് ഇടില്ല. അതും വിദേശത്തായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാത്തിനും അപ്പോയിൻമെൻറ്റ് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ മകൾക്കായി ആ വാതിലിങ്ങനെ തുറക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം ഒരു നേഴ്സ് വരുന്നു, പറഞ്ഞു ഇതെല്ലാം HR ത്രൂ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ വേഗം സ്ഥലം വിട്ടേക്കാൻ പറഞ്ഞു. ആദ്യം വന്ന ആൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം അനുസരിച്ച് ഉടമ്പടിയിലിരിക്കുന്ന ഈ മകളോട് മുകളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പരിശുദ്ധ അമ്മ തന്നെയാണ് ആ കമ്മ്യൂണിക്കേഷന് ഒരു ചാനലൈസ് ചെയ്യുന്നത്. അതായത് നീ വെയിറ്റ് ചെയ്യ്, ഇപ്പോൾ പോകരുതെന്ന് പറയും. വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു നേഴ്സ് വരും. അപ്പോൾ ഇങ്ങനെ കാര്യം പറയും ആ കാണുന്നതാണ് HR ഓഫീസ്, അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ തിരക്കാം എന്ന് പറയും. അങ്ങനെ HR ഓഫീസിൽ ചെല്ലുമ്പോൾ അത് അടച്ച് ഇട്ടിരിക്കുകയാണ്, വാതിൽ ലോക്ക്ഡാണ്. അപ്പോൾ ഈ മകൾക്ക് വീണ്ടും എവിടെ പോകണമെന്ന് അറിയില്ല. അപ്പോഴും മാതാവ് പറഞ്ഞു വെയിറ്റ്. അങ്ങനെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3 പേര് കൂടിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു സ്റ്റാഫ് ഈ മകളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് അത് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഈ മകള് വരും, ഈ ആൻമരിയോട് വിഷയങ്ങൾ തിരക്കും. ഞാൻ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നിൻ്റെ റെസ്യൂമെ ഫോർവേഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ആ അടുത്ത കാലത്തെങ്ങും ഇന്നേ വരെ ഈ മകള് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2026 സാക്ഷ്യം പറയുന്നത് വരെ ആ ഒരു ഹോസ്പിറ്റലിൽ, അതായത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുള്ള ആ ഹോസ്പിറ്റലിൽ ഇന്നേ വരെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല. പക്ഷേ ഈ മകളെ ഉടമ്പടി വ്യത്യസ്തയാക്കി. 2 ദിവസത്തിനുള്ളിലാണ് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ മകൾക്ക് റിപ്ലൈ കിട്ടുന്നത്. ആ മകള് ഇന്ന് അവിടുത്തെ സ്റ്റാഫ് നേഴ്സായിട്ട് ലേബർ ആൻഡ് ഡെലിവറിയിൽ ജോലി ചെയ്യുകയാണ് വിക്ടോറിയ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരുടെ കൊച്ചി ഇടവകയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു. നമ്മുടെ ഇടവകയിൽ മിടുക്കിയായ ഒരു കുട്ടിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചിരിക്കുന്നു. അത് ഈ മകള് പറയുന്നുണ്ട് എൻ്റെ മിടുക്കുകൊണ്ടല്ല, അത് പരിശുദ്ധമ്മ നേരിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. മരിയൻ ഉടമ്പടിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നതാണ്, നീ ഏത് സ്ഥലത്താണോ അവിടെ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദൂതനെ അയക്കും. 107-ാം സങ്കീർത്തനം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. വളരെ അർത്ഥവത്തായിട്ടൊരു തിരുവചനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വീടും നാടും ഒക്കെ വിട്ട് അലയുമ്പോൾ ഒരു സ്ഥലത്ത്
നമ്മളെ ആർക്കും പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, അതുമല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാത്തൊരു സ്ഥലത്ത് എത്തുമ്പോൾ മരിയൻ ഉടമ്പടി എങ്ങനെയാണ് പഴയ നിയമത്തിൽ മേഘസ്തംഭവുമായിട്ടും അഗ്നി തൂണായിട്ടും ഒക്കെ ഇസ്രായേൽ ജനത്തെ അനുധാവനം ചെയ്ത ദൈവിക സാന്നിധ്യം മരിയൻ ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഓരോ മക്കളെയും അനുധാവനം ചെയ്യുന്നത് ആ സാന്നിധ്യത്തിലൂടെ സാക്ഷികളാക്കി ഉയർത്തുന്നു എന്നുള്ളത് വലിയൊരു സാക്ഷ്യമാണ്. 107 സങ്കീർത്തനം 7 തിരുവചനത്തിൽ പറയുന്ന പോലെ വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നയിച്ചു. അത് പുറപ്പാട് ജനതയുടെ അനുഭവം മാത്രമല്ല, ഇന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും അനുഭവമാണ്. അതായത് മേഘത്തൂണിലൂടെയും അഗ്നിസ്തംഭത്തിലൂടെയും ദൈവിക സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ച ആ വലിയ ദൈവത്തിൻ്റെ വാത്സല്യവും കരുതലും ഇന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും കൂടെയും പരിശുദ്ധ അമ്മയുടെ ഒരു നിഴലായിട്ട് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ വലിയ സാക്ഷ്യമാണ്. സാധാരണ ഒരു വിശ്വാസത്തിൽ നിന്ന് ആൻമരി ഇത്രയേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ, അതായത് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തിൻ്റെ മുഖം കാണുന്നത്. ഇങ്ങനെ ആന്തരികമായിട്ട് വെളിപാടുകൾ നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയേറെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ആ ഒരു തലത്തിലേക്കാണ് ആൻമരിയ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ദൈവിക ശ്രവണത്തോട്, ദൈവിക വാക്കുകളോട് ഈ മകൾക്ക് ആമേൻ പറയാൻ സാധിച്ചു. ഈ മകളെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ ആ നേഴ്സ് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വിട്ടുവയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കാണ് ഏറ്റെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ മകൾക്ക് ആ സാക്ഷ്യപീഠത്തിൽ നിൽക്കാൻ പറ്റില്ല, ഈ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതെ, മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ, വിശ്വസ്താപൂർവം മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ആ ആത്മാവിൻ്റെ ആ വലിയ ശോഭ പരിശുദ്ധ അമ്മ തന്നെ കൈ പിടിച്ച് നമ്മളെ ആത്മാവിൽ നിറച്ച് നയിക്കുന്ന ഒരു അനുഭവം ഈ മകൾക്ക് സ്വന്തമായി. അത് നമുക്കും സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ആൻമരിയുടെ സാക്ഷ്യം നമ്മളോട്, ലോകത്തോട് വിളിച്ചു പറയുന്നത്. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനമുണ്ട്, 2 കൊരിന്തോസ് 12:9. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ബലഹീനമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ സന്തോഷിക്കണം. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാനിങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതിൽ ഒരുപാട് ബലഹീനമാക്കപ്പെട്ട സാഹചര്യമുണ്ട്. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും കോളേജ് കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും കർത്താവ് തന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് ദൈവിക അനുഭവങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ മറുതലിക്കാതെ ഈശോയുടെ കൃപയോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ ദൈവിക ഇടപെടലുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കൊരു 3 ആഴ്ചയോളം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ബിബ്ലിക്കൽ തിയോളജിയെ പഠിക്കുന്നുള്ളതുകൊണ്ട് ലാംഗ്വേജസ് കുറച്ച് ടഫല്ല, എന്നാൽ പോലും നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അത് ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എക്സാമിന് ഒരുക്കമായിട്ട് പഠിക്കാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് എനിക്ക് ഈ സിവിയറായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നത്. ചെസ്റ്റ് ഇൻഫെക്ഷൻ 2 ലങ്സിലോട്ടും ബാധിച്ചു. ലങ്സിന് നീര് കിട്ടി. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ തീർച്ചയായിട്ടും എന്നെ ഒരു 3 ആഴ്ചത്തേക്ക് വിടില്ല എന്നെനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ തന്നെ സെൽഫ് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്. അപ്പോൾ എന്നെ ഒത്തിരി പേര് വഴക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സാമും റിക്വയർമെൻറ്റ്സും ഒക്കെ തീർക്കാനുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ ആ ദിവസങ്ങളിൽ ഞാൻ റൂമിൽ റെസ്റ്റ് എടുത്തു, ആശുപത്രി കിടക്കുന്നത് പോലെ തന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. തുടർന്നുള്ള ആഴ്ചയിലാണ് സിംഗപ്പൂരിൽ ധ്യാനത്തിനായി പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എക്സാമാണ് എനിക്ക്. അപ്പം ഞാൻ പരിശുദ്ധ ദൈവമാതാവിനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ, പിന്നെ അവസാനത്തെ ആഴ്ചകൾ വരുമ്പോൾ കൃപാസനത്തിൻ്റെ പത്രം വിടണം. അപ്പോൾ ആ ആഴ്ച മൊത്തം ഇങ്ങനെ പ്രൂഫ് റീഡിങ്ങും എഡിറ്റിങ്ങും ആയിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റഡി ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എല്ലാം കൈവിട്ടു പോയി. അപ്പം ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. അപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, 2 കൊരിന്തോസ് 12:9. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഞാൻ പിന്നെ ഒരു 12 ചാപ്റ്റർ പഠിക്കാനുണ്ട്. പേപ്പറും പേനയുമായിട്ട് ഇരുന്നപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് എന്നോട് സംസാരിച്ചു, നീ ഇങ്ങനെയാണ് ഇത് ഫോക്കസ് ചെയ്യേണ്ടത്, ആദ്യം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പഠിച്ചാൽ മതി, ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ,
നിനക്കിപ്പോൾ എക്സാം പാസ്സാകാനുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ പരിശുദ്ധ ദേവമാതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് ആ എക്സാം നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്, നമ്മുടെ ജീവിതത്തിലൊക്കെ ബലഹീനമാക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് വൻ കൃപകൾ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒന്ന് മാത്രം, പരിശുദ്ധ അമ്മയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനോട് തുറവിയുള്ളവരായിരിക്കുക. വചനം സ്വീകരിച്ചു കഴിഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിവചിക്കാൻ പഠിക്കുക. അപ്പോൾ ദൈവപിതാവ് തക്ക സമയത്ത് ഈ ആൻമരിയെ ഉയർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തെയും സാക്ഷ്യപീഠത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തു വെളിച്ചമായിട്ട് ലോകത്തിന് മുമ്പിൽ പ്രശോഭിക്കാൻ നമ്മളെയും ദൈവം നിർത്തും. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധമ്മേ ദൈവമാതാവേ, നീ കാനഡയിലെ ഈ ലണ്ടനിലേക്ക് സഞ്ചരിച്ചെത്തി ഈ മകളുടെ കൂടെ നിന്ന് ആ മകളെ നല്ലൊരു ജോലി കൊടുത്ത് ഏറെ പ്രത്യേകമായിട്ട് അവരവരുടെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ഒരു ജീവസന്ധാരണ മാർഗം നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ ദൈവമാതാവ്, നിന്റെ പ്രത്യക്ഷീകരണം ലോകം മുഴുവനും അറിയപ്പെടുവാനും അതുവഴി ദൈവപിതാവ് മഹത്വപ്പെടാനും വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ ഉടമ്പടി കൂടുതൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പാലിക്കുവാനും അങ്ങനെ പാലിച്ചുകൊണ്ട് വലിയ സാക്ഷികളാക്കി ഈശോയെ നിന്റെ വെളിപാടുകൾ സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് ഞങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേ. ആവേ മരിയത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.